ശരി, ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, സ്ക്രീനിങ്ങിനെ പറ്റിയിട്ടാണ് അല്ലേ? സോ ഏറ്റവും വലിയൊരു കടമ്പ അത് കഴിഞ്ഞു, അതായിരുന്നു സ്ക്രീനിങ്. കാരണം സ്ക്രീനിങ് വളരെ ഒരു ഭാഗ്യപരീക്ഷണമാണ്, വളരെ വലിയൊരു ഭാഗ്യപരീക്ഷണമാണ്. നമ്മുടെ കഴിവുണ്ട്, പക്ഷെ ആ കഴിവ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ നമുക്ക് കിട്ടുന്ന സമയം വളരെ പരിമിതമാണ്, ശരിയല്ലേ? ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്, അതിനിടയിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ സ്ക്രീൻ ഡിഗ്ൻ ആവുള്ളൂ. എത്ര കഴിവുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ലെഗ് ഫാക്ടറും കൂടെ വേണം, അന്നത്തെ ദിവസം നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റണം. സോ എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. സ്ക്രീൻ ഇൻ ആയാൽ പിന്നെയും എഗെയിൻ നിങ്ങൾക്ക് 4 ദിവസം സമയമുണ്ട്, ശരിയല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്, പക്ഷേ സ്ക്രീനിങ്ങിൽ ഔട്ട് ആവുന്ന ആൾക്കാർക്ക് അവസരമില്ല. സോ നിങ്ങളുടെ ഫസ്റ്റ് എയിം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഇൻ ആവുന്നതായിരിക്കണം. അപ്പോൾ സ്ക്രീൻ ഇൻ ആയി കഴിഞ്ഞാൽ അടുത്തെന്ത്, അതാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. അടുത്ത് അതിനെ തുടർന്ന് നടക്കുന്ന അടുത്തൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ടെസ്റ്റുകളാണ്. ഓക്കെ, അതായത് നമ്മുടെ മനഃശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജി, നമ്മുടെ മാനസിക ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. നമ്മുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ടെസ്റ്റിനകത്ത് ആക്ച്വലി 4 കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് 1 by 1 ആയിട്ട് പോയാലും. അതിനകത്ത് ഒന്നാമത്തത് തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ ടാറ്റ് എന്ന് പറയും, TAT, തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്. എന്താണ് TAT? TAT എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമ്മളിപ്പോൾ ഈ സ്ക്രീനിങ്ങിൻ്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റോറി കാണിച്ചു തന്നിട്ടേ, ആ ഒരു സ്റ്റോറി ബേസ് ഒരു പടം, ഒരു പിക്ചർ കാണിച്ചിട്ട് ആ പിക്ചറിനെ ബേസ് ചെയ്ത് നമ്മൾ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് 12 സ്റ്റോറീസ് എഴുതേണ്ടതായിട്ട് വരും. അതായത് സെയിം പരിപാടി തന്നെ. നിങ്ങൾക്കൊരു പിക്ചർ കാണിക്കുന്നു, ആ പിക്ചർ ഒരു 30 സെക്കൻഡ് സ്ക്രീനിൽ ഇങ്ങനെ കാണും. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഏജ്, ജെൻഡർ, മൂഡ് സെലക്ട് ചെയ്യാം, ഒരു സ്റ്റോറി എഴുതാം. 3 മിനിറ്റോ 4 മിനിറ്റോ നിങ്ങൾക്ക് സമയം കിട്ടും. ഓക്കെ, അതിനെ തുടർന്ന് തന്നെ തൊട്ടടുത്തതിന് അടുത്തൊരു പിക്ചർ കാണിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഓരോ 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് കൂടുമ്പോഴും ഡിഫറെൻറ്റ് പിക്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുക. എത്ര പിക്ചേഴ്സ് വരും? 11 പിക്ചേഴ്സ് വരും. സോ ആ 11 പിക്ചേഴ്സ് വെച്ചിട്ട് 11 സ്റ്റോറി നിങ്ങൾ എഴുതണം. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ലൈഡ് ആയിരിക്കും. അതിനകത്ത് പിക്ചറൊന്നുമില്ല. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റോറി എഴുതാം. ഇതിനകത്തൊക്കെ അവർ ഒരുപാട് ഈ സൈക്കോളജിക്കൽ മെഷേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വാല്യുവേഷൻ വേണ്ടിയിട്ട്. അതൊന്നും പറഞ്ഞുതരാൻ ഞാൻ ആളല്ല. ഇപ്പോഴും എനിക്ക് ഇതിനകത്ത് എന്ത് മിസ്റ്റേക്കാണ് വന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞിടാത്ത ഒരാളാണ് ഞാൻ. അത് ശരിക്കും അങ്ങനെ അറിയാൻ പറ്റത്തില്ല. സൈക്കോളജി ഈസ് സംതിങ് വിച്ച് ഈസ് ഇൻബിൽട്ട്. ഓക്കെ, നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്യാൻ അതിനൊന്നും പറ്റത്തില്ല. സോ നമ്മൾ സ്റ്റോറീസ് എഴുതുമ്പം കുറേ കോമൺ ആയിട്ട് കിട്ടിയിരിക്കുന്ന അഡ്വൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേക്ക് ആവാതിരിക്കുക. നമ്മൾ എങ്ങനെയാണോ അതുമാതിരി എഴുതുക. പിന്നെ ആ ഒരു സ്റ്റോറി എഴുതുമ്പോഴത്തേക്കും ആ സ്റ്റോറിക്കകത്തൊക്കെ റിപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന പല കാര്യങ്ങളും കാണും എല്ലാ സ്റ്റോറീസിനകത്ത്. അതൊക്കെ നമ്മുടെ തന്നെ ക്വാളിറ്റീസ് ആയിരിക്കും. നമ്മൾ ഫേക്ക് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ കൺവേ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, നെക്സ്റ്റ് സ്റ്റോറിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അന്നേരം തന്നെ അതൊരു നെഗറ്റീവായിട്ട് മാറും. അങ്ങനെയല്ല. സോ ബി ഫ്രാങ്ക് ആൻഡ് ട്രാൻസ്പെറൻറ്റ്, ബി ഓപ്പൺ. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മൈൻഡിലോട്ട് വരുന്നത് അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഉള്ളത്, ടൈം ബൗണ്ടഡ് ആയിട്ട്. സോ ഇതാണ് തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്. ഇത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ ആ പിക്ചറൊക്കെ വെച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ എക്സർസൈസ് ഫയലുകളൊക്കെ ഇഷ്ടംപോലെ ഗൂഗിളിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇതൊന്നുമില്ല, ഒരു ഹാർഡ് ഹോംവർക്കും ഇല്ലാതെ ചെന്ന് ഡയറക്റ്റായിട്ട് പോയിട്ട് പാസ്സായി വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അത് ഇൻബിൽഡ് ക്വാളിറ്റി എന്ന് പറയും. അതുള്ള ആൾക്കാർക്ക് അത് വളരെ ഈസി ആയിരിക്കും. ഇല്ലാത്ത ആൾക്കാർ കുറച്ചൊന്ന് മോൾഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞാൽ അടുത്തെന്താ നടക്കാൻ പോണെന്ന് അറിയാമോ? അടുത്തതാണ് WAT അഥവാ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്രീനിനകത്ത് നേരത്തെ ഒരു പിക്ചർ കാണിച്ചതുപോലെ ഒരു വേർഡ് കാണിക്കും. ആ ഒരു വേർഡ് 15 സെക്കൻഡ് 15 സെക്കൻഡ് ആ ഒരു വേർഡ് അങ്ങനെ കിടക്കും. ആ വേർഡ് കണ്ട ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് ഫസ്റ്റ് സ്ട്രൈക്ക് ആവുന്ന ഒരു കാര്യം കാണും, എന്തെങ്കിലും കാണും. ഒരു സെൻറ്റൻസ് നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യണം. അതാണ് ആ വേർഡ് വെച്ച് നിങ്ങളൊരു സെൻറ്റൻസ് പെട്ടെന്ന് എഴുതുക. 15 സെക്കൻഡേ നിങ്ങൾക്ക് സമയമുള്ളൂ. 15 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അടുത്ത വേർഡ് വരും. മനസ്സിലായോ? ഓരോ 15 സെക്കൻഡിലും വേർഡ് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? സെൻറ്റൻസ് എഴുതിക്കൊണ്ടേയിരിക്കുക. ഷോർട്ടായിട്ടുള്ള സെൻറ്റൻസുകൾ എഴുതുക. അങ്ങനെയൊക്കെ. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് കണ്ടോ, ടൈം എന്നുള്ള വേർഡ് കണ്ടു. പെട്ടെന്ന് എന്താണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത്? പെട്ടെന്ന് അതങ്ങ് എഴുതുക. ഫാമിലി, നാഷൻ, ചാലഞ്ച്, ലവ്. ഓക്കെ, ലവിൻ്റെ കേസ്. ലവ് എന്നുള്ള വേർഡ് വന്നു.
അപ്പം ലവ് ഈസ് ഗ്രേറ്റ്, ഒരു കുട്ടി വേണമെങ്കിൽ ലവ് ഈസ് ഗ്രേറ്റ്. വേറൊരാൾ എഴുതുന്നത് ഐ ലവ് മൈ നേഷൻ. ഓക്കെ, ലവ് ഈസ് അൺകണ്ടീഷണബിൾ. പലതും എഴുതാം അല്ലേ. ഇതിൻ്റെ റിവാലുവേഷൻ എങ്ങനെയാണെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ഫാക്റ്റുകളും മറ്റുള്ളതും എഴുതുന്നതിനേക്കാളൊക്കെ നല്ലത് നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എഴുതുക. എന്ന് പറഞ്ഞ് എപ്പോഴും ഐ എന്ന് ഉപയോഗിക്കാനും പാടില്ല എന്നും കേട്ടിട്ടുണ്ട്. അത് സെയിം ടൈം ഒരാളുടെ പേര് വെച്ച് എപ്പോഴും സെൻറ്റൻസസ് ഫോർമുലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഹി ഷീ അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ഓവർ ഡോമിനേറ്റ് ആവാൻ പാടില്ല, ഓവറായിട്ട് സെൽഫിഷ് ആവാൻ പാടില്ല. ഒരുപാട് സൈക്കോളജീസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ പരമാവധി എന്തെങ്കിലും ഒരു നല്ല സെൻറ്റൻസസ്, പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസസ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ നെഗറ്റീവ് മീനിങ് ഉള്ള സെൻറ്റൻസുകളൊക്കെ തരും കേട്ടോ. ഇപ്പോൾ റേപ്പ്, സെക്സ്, പോയിസൺ ഇങ്ങനെയൊക്കെയുള്ള വേർഡുകൾ കിട്ടും. പെട്ടെന്ന് കേട്ടാൽ പെട്ടെന്ന് എന്താ നമുക്ക് പെട്ടെന്ന് തോന്നും. പക്ഷേ ഇതിനൊക്കെ ഒന്നുകിൽ നിങ്ങൾക്ക് ന്യൂട്രൽ ആയിട്ടുള്ള സെൻറ്റൻസസ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ പോയിസൺ എന്നുള്ളൊരു വേർഡ് കേട്ടു. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ എഴുതിയാണ് ഓക്കെ അവൻ പോയിസൺ കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സെൻസ് ഒന്നുമില്ല അല്ലേ. ഫീലുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്. എന്തിനാ ആത്മഹത്യ ചെയ്യണം? ഒറ്റ ലൈഫുള്ള ആ ലൈഫ് അങ്ങ് ജീവിക്കാനുള്ളതാണ്. ബ്രേവ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. സോ നമ്മളൊരിക്കലും അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കണ്ടോ, ആവശ്യമുണ്ടോ? അത് ആ ഒരു വേർഡ് എഴുതേണ്ട കാര്യം. ഇപ്പോൾ പോയിസൺ എന്ന് എഴുതണ്ടു, വേറെ ഒരു വേർഡ് ഒരു സെൻറ്റൻസ് മനസ്സിലോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇപ്പം എന്താണ്, when the poisonous teeth of snakes are pulled out, they just became playthings, they just become toys അല്ലേ. പാമ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വായിക്കത്തുള്ള പോയിസണസ് ടീത്തുകളൊക്കെ നമ്മളെടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെറും കളിപ്പാട്ടം പോലെയാണ്, ടോയ്സ് പോലെയാണ് അല്ലേ ശരിക്കും. വേറെ അപ്പം അതിനകത്ത് വേറെ ഒരു നെഗറ്റിവിറ്റി ഒന്നും സ്പ്രെഡ് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ഒരു സെൻറ്റൻസ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഇത് തെറ്റാവാൻ ശരിയാവാം. സോ ഇതുപോലെ ഇപ്പോൾ സെക്സ് എന്ന് കേട്ട് ഉടനെ അത് സെക്സ് എന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു നൗ ഡേയ്സ് ഇൻ എവരി ആപ്ലിക്കേഷൻസിനകത്ത് എന്താണ് സെക്സ് ചോദിക്കുന്നിടത്ത് എന്താണ് മെയിൽ, ഫീമെയിൽ ഓർ നോട്ട് പ്രിഫർ ടു സേ എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി ഗുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അത് പറഞ്ഞു. നൗ ഡേയ്സ് മോസ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ഫോംസ് ഹാവ് നോട്ട് പ്രിഫർ ടു സേ ഫോർ ദ സെക്സ് കാറ്റഗറി എന്നാണെങ്കിൽ പറയാം. സോ നമ്മുടെ ഒരു ഒബ്സർവേഷൻ ആയില്ലേ. സോ ഇത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. 15 സെക്കൻഡ് ഒരു വേർഡ് കാണുള്ളൂ, 60 സെൻറ്റൻസസ് നിങ്ങൾക്ക് ഉണ്ടാക്കണം. സോ നിങ്ങൾ എത്രത്തോളം ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്ത് ഇത് എഴുതുന്നു എന്നുള്ളതനുസരിച്ചിട്ട് ഇരിക്കും കാര്യങ്ങൾ. ഓക്കെ, ഇതിന് കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ ഇതിന് ടെക്നിക്സും കാര്യങ്ങളും കുറച്ചും കൂടെ ഒക്കെ കൂടുതലായിട്ടൊക്കെ പറഞ്ഞു തരുമായിരിക്കും. ഞാനിപ്പം അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ എൻ്റെ രീതി ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയത്തില്ല. കാരണം എൻ്റെ രീതി ശരിയാണോ ആവണമെന്നോ തെറ്റാണോ ഒന്നുമില്ല. ഓരോരുത്തരുടെയും രീതികളാണ്, നിങ്ങളുടെ സൈക്കോളജിയാണ്. അതിന് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു ടെസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. സോ ഇത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നൊരു ടെസ്റ്റാണ് SRT, അതായത് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്. ഇവിടെയും നിങ്ങൾക്ക് 60 സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓരോ സിറ്റുവേഷൻ അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഓരോ സിറ്റുവേഷൻ അവർ നിങ്ങൾക്ക് തരും. ആ സിറ്റുവേഷനോട് നിങ്ങൾ എത്തരത്തിൽ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് പാരഗ്രാഫായിട്ട് എഴുതാം, നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് എഴുതാം, നിങ്ങൾക്ക് ഒറ്റ സെൻറ്റൻസിൽ എഴുതാം. ദാറ്റ് ഈസ് യുവർ ചോയ്സ്, ഇറ്റ് ഇസ് ഓൺലി അപ് ടു യു. എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ആയിരിക്കണം. ഒരു സിറ്റുവേഷൻ കണ്ടോ, ആ സിറ്റുവേഷനോട് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും, അത്രയും മതി. സിമ്പിൾ. വലിയ ഹ്യൂജ് കോമൺ സെൻസ് മറ്റേ റോക്കറ്റ് സെൻസിൻ്റെ ആവശ്യമൊന്നും വേണ്ട. ഒരു സാധാരണ ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ സെൻസിൻ്റെ ആവശ്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എന്താ ഈ സ്ക്രീനിൽ കാണിച്ചു തരാം. ഫസ്റ്റ് എക്സാമ്പിൾ, തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് വളരെ വലിയൊരു ഉറക്ക നിലവിളി കേൾക്കുവാണ്. നിങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലായോ? അവനും അവൻ്റെ അച്ഛനും കൂടെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ച് തിരികെ വരികയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ ജനക്കൂട്ടം അവരെ വണ്ടിക്ക് നേരെ വരുന്നു. എന്ത് ചെയ്യും? വണ്ടി ഒതുക്കി ഒളിച്ചിരിക്കും. അല്ലെങ്കിൽ വണ്ടി ഒതുക്കിയിട്ട് വണ്ടി റിവേഴ്സ് അടിച്ച് സ്പീഡിന് പോകും. എന്നിട്ട് റിവേഴ്സ് എടുത്ത് പോകുമ്പോൾ വേറെ വല്ലതിനെ കൊണ്ട് വെച്ചിരിക്കില്ലേ? അതോ വണ്ടി അവിടെ സൈഡിൽ ഒതുക്കിയിട്ട് ഇറങ്ങി ഓടി വേറെ എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചിരിക്കുമോ? ആൾക്കാർ ഓപ്പോസിറ്റ് വരുന്നു. വൈ ഷുഡ് യു ബി അഫ്രൈഡ് ഓഫ് ദാറ്റ്? നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോടേ. ആൾക്കാർ വരുന്നത് ചിലപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് അവർ നടന്നു വരുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് കുറേ ആൾക്കാരായിട്ട് ഗ്രൂപ്പായിട്ട് വരുന്നതായിരിക്കും. അവരവരുടെ ആസ് ലോങ് ആസ് അവർ നിങ്ങൾ അറ്റാക്ക് ചെയ്യാനാണെന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യാൻ പാടില്ല. അതാണ് വേണ്ടത്. നമ്മളൊരു പോസിറ്റീവ് അപ്രോച്ചിൽ കാര്യങ്ങൾ കാണുക. ഓക്കെ, നമ്മൾ നമ്മുടെ വഴി നോക്കി പോവുക. ജസ്റ്റ് പോകുന്ന വഴിക്ക് ഒന്ന് ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് ശരിക്കുള്ള കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം, എന്താണ് യഥാർത്ഥ കാര്യം എൻക്വയറി ചെയ്യാൻ വേണമെങ്കിൽ അത്രേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. അതല്ലേ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ നമ്മൾ ആ ചെയ്യേണ്ട ഒരു കാര്യം. അത്രേ ഉള്ളൂ. അതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ.
എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നീ ഇപ്പോൾ എസ് ബി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യയിലോട്ട് പോവുകയാണ്. സോ ഓൾ ഓഫ് എ സഡൻ ട്രെയിനിനകത്ത് വെച്ചിട്ട് നിൻ്റെ പേഴ്സ് കാര്യങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു, ഫോണ് എല്ലാം നഷ്ടപ്പെട്ടു. നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? TTRനെ ഇൻഫോം ചെയ്യാൻ പറ്റും, റെയിൽവേ പോലീസിനെ ഇൻഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുക. നടക്കാത്ത കാര്യങ്ങളൊന്നും ഒരിക്കലും എടുത്ത് പറഞ്ഞ് ഞാൻ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി മറ്റേ എടുത്തുകൊണ്ട് പോയവൻ്റെ പറഞ്ഞ് ഞാൻ ഓടിച്ചെന്നവനെ പിടിക്കും. ബി പ്രാക്ടിക്കൽ. അപ്പം ശരിക്കുള്ള കാര്യങ്ങൾ, ഒരു സിറ്റുവേഷൻ കണ്ടു, അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് മാത്രം പറഞ്ഞാൽ പോരെ. നമ്മൾ നോക്കിയപ്പോൾ പബ്ലിക് പാർക്കിനകത്തിരുന്ന് കുറച്ച് ആൾക്കാരും ഒരാൾ മദ്യപിക്കുന്നത് കണ്ടു. എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് ഫ്രണ്ട്സിനിടയിലുള്ള കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളത് എങ്ങനെ മാനേജ് ചെയ്യും? ആൾക്ക് സ്പോർട്സ് ടീമിനകത്ത് ജോയിൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ പാരൻസ് പറയുന്നത് അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് എന്നൊക്കെ പറഞ്ഞ് പേടിച്ചൊക്കെ ഇരിക്കുകയാണ്. സോ ഈ ഒരു സിറ്റുവേഷനകത്ത് എന്ത് ചെയ്യും? ഇതുപോലുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഒരു സിറ്റുവേഷൻ റിയാക്ട് ചെയ്യുന്നത്, അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങളങ്ങ് പറയുക. അത്രേ ഉള്ളൂ. അതാണ് ഈ ഒരു ടെസ്റ്റിനകത്ത് നടക്കുന്ന ഒരു കാര്യം. ഇതാണ് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട്? സോ ഇനി ഇതിനകത്ത് തന്നെ സെൽഫ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ് എന്നുള്ളൊരു ടെസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ, ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിനകത്ത്. അത് ഞാൻ അടുത്ത് പറയാം.